വളരെ തിരക്ക് പിടിച്ച ഒരു റോഡിൽ കൂടി നാം വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ തൊട്ടു മുമ്പിൽ വല്ലാതെ പുക വമിപ്പിച്ചുകൊണ്ട് വളരെ സാവധാനം എന്നാൽ വലിയ ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു വാഹനം മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. നമ്മുടെ വാഹനം അതിന്റെ തൊട്ട് പിന്നിലാണ്. നമുക്ക് മുമ്പിൽ 3 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ആ പുക വമിപ്പിച്ച് ഹോൺ മുഴക്കി അശ്രദ്ധമായി ഓടിച്ചുകൊണ്ടുപോകുന്ന ആ വാഹനത്തെ കുറെ കൂടി കുറ്റം പറഞ്ഞ് അത് ഓടിക്കുന്ന ആളെ പഴി പറഞ്ഞ് പരിഭവപ്പെട്ട് പരാതിപ്പെട്ട ആ വാഹനത്തിന്റെ പിന്നാലെ നമുക്ക് സഞ്ചരിക്കാം. രണ്ടാമത് നമുക്കുള്ള സാധ്യത കുറെ കൂടി നമ്മുടെ വാഹനത്തിന്റെ വേഗം കുറച്ച് ഇത്തിരി കൂടി പിൻവാങ്ങി മുന്നേ പോകുന്ന ആ വാഹനത്തിന്റെ പുകപടലങ്ങളിൽ നിന്ന് മാറി പുറകോട്ട് മാറി നിൽക്കാം. എന്നാൽ അതത്ര ശാശ്വതമായൊരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. ഇതിനിടയിൽ മറ്റു വാഹനങ്ങൾ വരാം, വീണ്ടും ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവാം. മൂന്നാമത് നമുക്കുള്ള ഓപ്ഷൻ സമർത്ഥമായി ശ്രദ്ധാപൂർവം നമ്മുടെ മുമ്പിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ വാഹനത്തെ മറികടന്ന് മുന്നോട്ട് പോകാം. ഈ 3 സാധ്യതകളിൽ ഒന്നാമത്തേത് നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാം എപ്പോഴും അസ്വസ്ഥഭരിതമായ ഒരു അന്തരീക്ഷത്തിന്റെ പിന്നാലെ അതിനെക്കുറിച്ച് പരിഭവപ്പെട്ട് നടക്കുന്ന സാമാന്യ മനുഷ്യരിൽ പെടുന്നവരാകും. വർത്തമാനകാലത്ത് നമുക്ക് പരിഭവങ്ങളേറെയാണ്. മത, സാമുദായിക, സാംസ്കാരിക തലങ്ങളിൽ ഉള്ള എല്ലാത്തരം അപജയങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായി ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. മിക്കവാറുമൊക്കെ നാം അത് തിരഞ്ഞെടുക്കാറുമുണ്ട്. രണ്ടാമത്തെ സാധ്യത ഇത്തരം അസ്വസ്ഥജടിലമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പിന്മാറിപ്പോവുക, അതിനെ നേരിടാനാവാതെ ശാശ്വതമായ ഒരു പരിഹാരം തേടാതെ ഇനിയും അത്തരം അസ്വസ്ഥഭരിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും പുറകോട്ട് പോവുക എന്നൊരു സാധ്യതയുണ്ട്. ചില മനുഷ്യർ അങ്ങനെയുമുണ്ട്. എന്നാൽ അപൂർവം ചില മനുഷ്യരാണ് ചരിത്രത്തിൽ ഇത്തരം അവ്യക്തതയുടെ പുകപടലങ്ങൾ വ്യാപിക്കുമ്പോഴും അസത്യത്തിന്റെ വ്യാളിമുഖങ്ങൾ കാണുമ്പോഴും അധികാര ദുർവിനിയോഗത്തിന്റെ ചക്രവാളുകളുടെ മുമ്പിലുമൊക്കെ നിർഭയമായി നിന്ന് അതിനെ അതിജീവിക്കുവാൻ തയ്യാറെടുത്തിട്ടുണ്ട്. അത്തരമൊരു മനോഹരമായ ക്രിസ്തീയ അതിജീവനത്തിന്റെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതിജീവനത്തിന്റെ കഥയാണ് മോർ ഗീവർഗീസ് സഹദ നമ്മളോട് സംവദിക്കുന്നത്. ഇന്നലെ നാം ഓർത്തതുപോലെ നിസ്സഹായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അയാൾ നടത്തിയ പരിശ്രമം അത് വിശുദ്ധമാവുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി നടത്തുന്ന എല്ലാ ജീവൻ മരണ പോരാട്ടങ്ങളും വിശുദ്ധമാകുന്നത് കൊണ്ട് തന്നെയാണ്. മനുഷ്യൻ മനുഷ്യന് വേണ്ടി നടത്തുന്ന, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ രക്ഷാർത്ഥം നടത്തുന്ന എല്ലാത്തരം അധ്വാനങ്ങളും പരിശ്രമങ്ങളും സാർത്ഥത വെടിഞ്ഞ്, തൻകാര്യം വെടിഞ്ഞ്, സ്വന്തകാര്യം ഉപേക്ഷിച്ച്
പരകാര്യത്തിനു വേണ്ടി എപ്പോൾ മനുഷ്യൻ തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ ആ നിമിഷങ്ങളെല്ലാം അയാളുടെ ജീവിതത്തിലെ വിശുദ്ധ നിമിഷങ്ങളാണ്. മോർ ഗീവർഗീസ് സഹദ തന്റെ ആയുഷ്കാലം മുഴുവൻ അത്തരത്തിൽ താൻ വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിനു വേണ്ടി, താൻ വിശ്വസിച്ച ദൈവമായ കർത്താവിനു വേണ്ടി ധീരമായൊരു നിലപാടെടുത്ത് മനുഷ്യരക്ഷാർത്ഥം ജീവിക്കുവാൻ നിശ്ചയിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് സാമാന്യ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു വിശുദ്ധ പദവിയിലേക്ക് നാം അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിക്കുന്നു. സത്യത്തിൽ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു ദൈവിക ഛായയുണ്ട്. അതിൽ ക്രിസ്തുവിന്റെ നിഴൽ വീണിട്ടുണ്ട്. കാരണം ഒരുവൻ തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഭാവം തന്നെയാണ് അത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരിക്കൽ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അതുവരെയും താൻ പറഞ്ഞ കഥകളൊക്കെ കേട്ട് വളരെ ലാഘവത്തോടുകൂടി അവന്റെ പിന്നാലെയുള്ള അനുധാവനം ഏറ്റമേറ്റം ആഹ്ലാദകരമായിരിക്കുമെന്ന് നിരൂപിച്ച് അവനോടൊപ്പം സഞ്ചരിച്ച അനേകം മനുഷ്യരുണ്ടായിരുന്നു, ശ്രോതാക്കളായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, താൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ അവസാന വരി എങ്ങനെയാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അന്നു മുതൽ തന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടി ഇരുന്നില്ല. സ്വയം ബലിയാകലിന്റെ, ത്യാഗനിർഭരതയുടെ, ജീവനകലയുടെ, അപ്പമായി തീരുന്നതിന്റെ, പങ്കിടുന്നതിന്റെ, നുറുക്കപ്പെടുന്നതിന്റെ ജീവിതക്രമത്തെക്കുറിച്ച് തന്നെ പിന്തുടരുന്നവരോട് യേശു സംവദിക്കുമ്പോൾ ഇതത്ര സുഖമുള്ള യാത്രയല്ലല്ലോ, ഇതത്ര സുഗമമായ ഒരു പ്രയാണമല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് പലരും അന്നവനെ വിട്ടുപോയി. അന്നും ഇന്നും ഏറെ പേരും ഇത്തരക്കാരാണ്. അവന്റെ കൂടെ നടക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന നമ്മൾ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് അവന്റെ കൂടെ ആയിരിക്കുന്നത്? ബെന്യാമീന്റെ മനോഹരമായ ഒരു ചെറിയ നോവലാണ് ശരീരശാസ്ത്രം. ആ നോവലിലെ ഒരു കഥാപാത്രത്തെ കൊണ്ട് അദ്ദേഹം ചോദിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്കും ദൈവത്തോടൊന്നും അപേക്ഷിക്കാനില്ലാത്ത വിധം നിർമ്മമരായ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകും. നമ്മൾ സുഖമെന്ന് പേരിട്ട് വിളിക്കുന്ന യാതൊന്നിലും താല്പര്യമില്ലാത്തവർ, അവരോട് ഞാൻ ഏത് ക്രിസ്തുവിനെ കുറിച്ച് പറയും? രോഗശാന്തിക്ക്, മനസമാധാനത്തിന്, ധനത്തിന്, ലാഭത്തിന്, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുന്നവരെ നാം ചുറ്റുപാടും കാണുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ലാത്തവർക്ക് വേണ്ടി ഒരു ക്രിസ്തു ഉണ്ടായിരിക്കില്ലേ? അവനെ എന്തുകൊണ്ട് നാം തിരയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നില്ല? അങ്ങനെയല്ലാത്തവർക്ക് വേണ്ടി ഒരു ക്രിസ്തുവുണ്ട്, അങ്ങനെയല്ലാത്തവർക്ക് വേണ്ടി ഒരു ക്രിസ്തുവുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ തിരയുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ഓർമ്മയാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്, വിശുദ്ധനായ ഗീവർഗീസ്. ചരിത്രത്തിൽ ഇങ്ങനെ വിശ്വാസത്തിന്റെ അതിജീവന കഥകൾ ഒറ്റയടി പാതകളായി തെളിച്ചു വെച്ചിട്ടുള്ള അപൂർവം ചില മനുഷ്യരുണ്ട്. അത്തരമൊരു ഓർമ്മയെ ആഘോഷിക്കുമ്പോൾ എടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന
ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യൻ. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ആഴം കൂട്ടുന്നത്. നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നീളം കൂട്ടാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആഴം കൂട്ടാം. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ യൗവനങ്ങളെ വെല്ലുവിളിക്കുന്നു. സിനിമാറ്റിക് ഡാൻസിന്റെ DJ വെളിച്ചത്തിൽ തുള്ളിച്ചാടുന്ന ഈയാമ്പാറ്റുകൾ പോലെ നമ്മൾ നമ്മുടെ യൗവനങ്ങളെ തുച്ഛീകരിക്കുമ്പോഴാണ് നാം ആരുടെ ഓർമ്മയെ ആഘോഷിക്കുന്നു? ആ ചെറുപ്പക്കാരൻ. നിന്റെ യൗവനം നീ തുച്ഛീകരിക്കരുത് എന്ന് നമ്മുടെ യൗവനങ്ങളോട്, നമ്മുടെ വാർദ്ധക്യങ്ങളോട് നിരന്തരമായി കലഹിക്കുന്നത് എന്ന ഓർമ്മ വേണം. അജ്ഞാതനായ യേശു തമ്പുരാന്റെ അജ്ഞാത ജീവിത നാളുകൾ എന്ന പേരിൽ ഒരു നോവലുണ്ട്. ആ നോവലില് മനുഷ്യജീവിതത്തിന്റെ പൊതുപ്രയാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മനോഹരമായ ഒരു സദൃശ്യമുണ്ട്. അതിങ്ങനെയാണ്: വേദനയുടെയും യാതനയുടെയും മൃത്യുവിന്റെയും കരയിൽ നിന്ന് ശാന്തിയുടെയും പ്രത്യാശയുടെയും മനശ്വരതയുടെയും മറുകരയിലേക്കുള്ള ഒരു യാത്ര. അതാണ് നമ്മുടെ ജീവിതം. ഒരേ വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ഒരേ പുഴയിലാണ് നമ്മൾ പ്രയാണം ചെയ്യുന്നത്. കാലം നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള പുഴയാണ്. ഒരേ വായുവാണ് നാം ശ്വസിക്കുന്നത്, ഒരേ വെളിച്ചമാണ് നാം അനുഭവിക്കുന്നത്, ഒരേ വെള്ളമാണ് നാം കുടിക്കുന്നത്, ഒരേ വഴിയാഹാരമാണ് നാം ഭക്ഷിക്കുന്നത്. ഈ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് മറുകരയിലെത്താൻ, സുരക്ഷിതമായി എത്താൻ വ്യഗ്രതപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ. ആ നമുക്കിടയിലാണ് ചിലർ പകയൂതി പെരുപ്പിക്കുന്നത്. മൈത്രി അസാധ്യമാക്കും വിധം പകയുടെ ശബ്ദങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്ന ആഴം കുറഞ്ഞ മനുഷ്യരുടെ കോലാഹലമായി നമ്മുടെ വർത്തമാനങ്ങൾ മാറുമ്പോഴാണ് നേരിന്റെയും നിർമ്മലതയുടെയും നിർമ്മമതയുടെയും ആൾരൂപമായി വളരെ ആഴമുള്ള, നല്ല ഗ്രാവിറ്റിയുള്ള ഒരു ഓർമ്മ നമ്മൾ വീണ്ടും ആഘോഷിക്കുന്നത്. വിശുദ്ധനായ ഗീവർഗീസിന്റെ ഓർമ്മ. ഇതൊരു കാറ്റലിസ്റ്റ് പോലെ നമ്മളെ പരുവപ്പെടുത്തണം. നമ്മുടെ ആഴക്കുറവിനെ ഇത് പരിഹരിക്കണം. ദൈവത്തിന് വേണ്ടി നിലപാടെടുത്ത രക്തസാക്ഷിയായ ഈ ചെറുപ്പക്കാരൻ, രക്തസാക്ഷി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കവിതയും കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹം തോന്നുകയാണ്. ക്യൂബൻ മഹാകവി നിക്കോളാസ് ഗള്ളിന്റെ മനോഹരമായ ഒരു കവിതയാണ് രക്തസാക്ഷിയെ കുറിച്ച്. എങ്ങനെയാണ് ചരിത്രത്തിൽ മനുഷ്യർ ചില ഓർമ്മകളെ വീണ്ടും വീണ്ടും പേർത്തും ഓർത്തെടുത്ത് തങ്ങളുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെ പ്രഭാപൂരിതമാക്കുന്നത് എന്ന് ഈ കവിത പറയും. നീ വീണുപോയിട്ടും നിന്റെ വെളിച്ചം മങ്ങിയിട്ടില്ല. അവർ നിന്നെ നിശബ്ദനാക്കിയിട്ടും നീ മൂകനായില്ല. അവർ നിന്നെ ചുട്ടരിച്ചിട്ടും മണ്ണിൽ കുഴിച്ചിട്ടഴുകിച്ചിട്ടും ശ്മശാനങ്ങളിലും കാടുകളിലും ചതുപ്പുകളിലും ഒളിപ്പിച്ചു വെച്ചാലും നിന്നെ കണ്ടെത്തുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതിഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വഹിച്ച ആ ചെറുപ്പക്കാരൻ ഇന്നും അവന്റെ ശബ്ദം, അവന്റെ നിലപാട്, അവന്റെ പ്രയത്നം, അവന്റെ വിശ്വാസ പ്രഖ്യാപനം ഇത് തടുത്തു വെക്കാൻ കാലത്തിന് സാധിക്കുന്നില്ല. ഒരു ഭരണകൂടത്തിനും സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ ക്രിസ്തുയേശുവിന് വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദിശാബോധം നൽകുന്ന നക്ഷത്രങ്ങൾ പോലെയാണ് ഓർമ്മകൾ.
നമ്മുടെ ജീവിതത്തിന് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്, എന്തിനാണ് നമ്മൾ പള്ളി വെച്ചിട്ടുള്ളത്, എന്തിനാണ് നമ്മൾ പള്ളികളിൽ സംബന്ധിക്കുന്നത്, എന്തിനാണ് പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് എന്നുള്ള ദിശാബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തിരുത്തുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കാൻ ഉള്ള ആർജവും പൗരുഷവുമാണ് ആധ്യാത്മികതയിൽ ഒരുവന് കരണീയമായിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ പുകവമിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ, പരാതിപ്പെടാൻ സാധ്യതയുള്ള നിരവധി അവസരങ്ങൾ ഏതു കാലത്തും മനുഷ്യന്റെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. അത് അസത്യത്തിന്റെ വ്യാളീമുഖമായും അധികാര ദുർവിനിയോഗത്തിന്റെ ചക്രവാളുകളായും നമ്മെ ചൂഴ്ന്നു നിന്നാലും അതിജീവിക്കാൻ ക്രിസ്തുവേശുവിൽ നമുക്ക് സാധ്യമാവും. വളരെ പഴയൊരു ചൊല്ലുണ്ട്, കപ്പലുകൾ അവയുടെ തുറമുഖത്ത് വളരെ സുരക്ഷിതമാണ്, പക്ഷേ അതിനല്ലല്ലോ അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കപ്പലുകൾ തുറമുഖത്ത് വളരെ സുരക്ഷിതമാണ്, കാരണം ഇവിടെ കാറ്റില്ല, കോളില്ല, കൊടുങ്കാറ്റില്ല, തിരയിളക്കങ്ങളില്ല. പക്ഷേ ഒരു കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തുറമുഖത്തെ ശാന്തതയിലും സ്വച്ഛതയിലും അഭിരമിക്കാനല്ലല്ലോ, മുന്നോട്ട് പോകാനാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.